വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫണിക്കുലാർ ട്രെയിനിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നല്ലേ. അപ്പോൾ ബാഴ്സലോണയിലത്തെ ഒരു ടോപ്പ് അട്രാക്ഷൻസിലൊന്നാണ് ടിബിഡാഡോ എന്ന് പറഞ്ഞൊരു ഹിൽ ഏരിയ. അവിടെ ചെന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ചർച്ച്, ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ സ്പെയിനിലെ ബാഴ്സലോണയിലത്തെ ഈ ഒരു ടോപ്പ് അട്രാക്ഷനാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫണിക്കുലാർ ട്രെയിൻ എടുത്ത് മുകളിൽ വന്നാൽ ഇതുപോലത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ വന്ന് എത്താം. ഇനി നമുക്ക് മുകളിലേക്ക് പോയാൽ മാത്രമേ ടിബിഡാഡോ ഹില്ലിൽ എത്താൻ പറ്റൂ. അപ്പോൾ ശരിക്കും ഇവിടേക്ക് വരാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫണിക്കുലാർ ട്രെയിൻ എടുത്ത് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് വരാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫണിക്കുലാർ റൈഡ് എടുത്ത് നേരെ മുകളിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇനി മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് റൈഡ് എടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഈ ഒരു അടിപൊളി ചർച്ചാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സ് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബാഴ്സലോണയിലത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മളൊരു 500 മീറ്റർ അബവ് സീ ലെവലാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി അമ്യൂസ്മെൻറ്റ് പാർക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ. അപ്പോൾ അതും ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബാഴ്സലോണയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു പ്ലേസാണിത്. അപ്പോൾ ഇത് നോക്കും, ഇതുപോലെ ഒരുപാട് റൈഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ഒരു ഹിൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ബാഴ്സലോണയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പൊസിഷനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചർച്ചിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാഴ്സലോണ സിറ്റി മൊത്തം കാണാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന മുഴുവൻ ആ ഒരു സിറ്റിയുടെ ഏരിയയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ആ ഒരു ബാഴ്സലോണിറ്റ ബീച്ചും ആ ഒരു സൈഡും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലോങ് വ്യൂ, ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കാണുന്നതാണ് ടിബിഡാഡോ ചർച്ചിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു ടിബിഡാഡോ ചർച്ചിൻ്റെ ഉൾഭാഗം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ചർച്ച് ഓഫ് സീക്രട്ട് ഹാർട്ട് എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി ആർക്കിടെക്ചറൽ സ്റ്റൈലുള്ള ഈ ഒരു ചർച്ച് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പാനിഷ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഈ ഒരു ചർച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു റിലീജിയസ് പ്ലേസ് ആണെങ്കിൽ പോലും ആൾക്കാർ ഇവിടെ വരുന്നത് മെയിനായിട്ട് ടൂറിസം പർപ്പസ് ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇവിടെ അങ്ങനെ പ്രേയേഴ്സും അങ്ങനത്തെ റിലീജിയസ് ആക്ടിവിറ്റീസും ഒന്നും കാര്യമായിട്ട് നടക്കണില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ടൂർസൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുന്നത് ശരിക്കും ഇതുപോലെ ഒരുപാട് പേര് വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ഹിസ്റ്ററിയും ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്യുവർ ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചർച്ചിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ സ്റ്റൈൽസും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നോർമലി നമ്മൾ പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽസ് ഒക്കെ കിട്ടുമല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ കത്തിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മിക്കപ്പോഴും നമുക്ക് കോയിൻസൊക്കെ ഇട്ട് അവിടെ നിന്ന് തന്നെ ക്യാൻഡിൽസ് എടുത്ത് നമുക്കത് കത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ലൈറ്റ്സ് ആണ് ചെയ്തേക്കുന്നത്. അതായത് ക്യാൻഡിൽസിൻ്റെ ലുക്കിലുള്ള ലൈറ്റ്സ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കോയിൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ 25 സെൻറ്റാണ് ഒരു ക്യാൻഡിലിന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ 2 ലൈറ്റ് തെളിയും. ഇപ്പോൾ ഞാനൊരു യൂറോ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 4 ലൈറ്റ്സ് തെളിഞ്ഞു. അപ്പോൾ ഇത് മറ്റൊരു പള്ളികളിലും പോയാൽ കാണാത്തൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഈ ഒരു ചർച്ചിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള ആ ഒരു എൻട്രൻസ് ഭാഗമായിരുന്നു. അതിൻ്റെ ഉൾഭാഗമൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് പോയി കാണുന്നതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റിലാണ് നമ്മൾ പോവുക. അപ്പോൾ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി മോൾ ഭാഗത്ത് എത്തിയിട്ടോ. അപ്പം താഴേന്ന് നേരിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ലിഫ്റ്റിൽ കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ വരിക. അപ്പോൾ ശരിക്കും നമ്മൾ ആ താഴെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു മുകളിലത്തെ ആ ഒരു ടവേഴ്സൊക്കെ ഉള്ളൊരു ഏരിയ കാണാൻ പറ്റിയില്ലായിരുന്നോ. അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ വന്നാൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറേ സ്റ്റാച്യൂസൊക്കെ താഴേന്ന് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ഇവിടെ വെച്ച്
വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാച്യൂസിൻ്റെ ഒക്കെ ഒരു ക്ലോസപ്പ് വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാഴ്സലോണ സിറ്റി കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാം. പക്ഷെ നമ്മൾ കുറേ കൂടി ഇപ്പോൾ മുകളിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണയിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നമ്മളുള്ളത്. ബാഴ്സലോണയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹിൽ സൈഡ്, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ ഏറ്റവും ഉയരം കൂടിയ ചർച്ച് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 512 മീറ്റേഴ്സ് നമ്മൾ അബോവ് സീ ലെവലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. ആ ഒരു റോളർ കോസ്റ്ററിൻ്റെ ഒക്കെ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ വന്നാൽ കാണാനുണ്ട്. ഏകദേശം 50 വർഷത്തിലേറെയായി ഇവിടെ ഈ ഒരു ചർച്ച് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഉയരത്തിലുള്ള ഒരു പള്ളി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. സാധാരണ നമ്മൾ ചർച്ചിൻ്റെ മോഡൽസ് ഒക്കെ എടുക്കുമ്പോഴും നമുക്ക് ഒരു സ്പിയർ അല്ലെങ്കിൽ 2 എണ്ണൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുക. ഇത് മൊത്തത്തിൽ 5 സ്പിയേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്, അതായത് ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗോത്തിക് റിവീവൽ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ ഒരു ടോപ്പ് പോയിന്റിൽ വന്നിട്ട് ഇതിൻ്റെ സറൗണ്ടിങ്സ് ഏരിയ ഒക്കെ കാണാമല്ലായിരുന്നോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ആ ഒരു സ്പിയർ ഏരിയ കണ്ടില്ലായിരുന്നോ. അപ്പോൾ മൊത്തം 5 സ്പിയേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കരിങ്കല്ല് വെച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഈ സ്റ്റാച്യൂസൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലത്തെ വലിയ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം വലുതാണെന്നുള്ളത് മനസ്സിലാവുക. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്സ് എടുത്ത് പതിയെ നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടവർ ഏരിയ പോലത്തെ ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ മുകളിലേക്ക് എത്തി, നേരത്തെയുള്ള ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നേരത്തെയൊക്കെ നോക്കിയപ്പോൾ ഈ സ്റ്റാച്യൂസ് നമുക്കിങ്ങനെ മുകളിലേക്ക് നോക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും, കാരണം നമ്മളൊരു കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചർച്ചിൻ്റെ ഏറ്റവും മുകളിലെത്താൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്കുള്ള ആ ഒരു വ്യൂ കുറേ കൂടി ഭംഗിയായി. നമുക്ക് ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കുറേ കൂടി ദൂരെയായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെയൊക്കെ ഒരു കുറേ കൂടി ലോങ് വ്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഴ്സലോണ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെൻറ്റർ സ്പിയറിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നുമില്ല, ചെറുതായിട്ട് ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്സ് എടുത്ത് നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ലിഫ്റ്റ് ഇത്ര ദൂരം വരെ ഇല്ല, ഈ ഒരു ടോപ്പിൽ ഉള്ള ഫ്ലോർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ട് വേണം, ഇതുപോലെ ക്ലൈംബ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒന്ന് നോക്കുമ്പോഴും കണ്ടോ, ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. ബാഴ്സലോണ സിറ്റിയിൽ നോക്കി നിൽക്കുന്ന ഒരു ചർച്ച് എന്നാണ് ശരിക്കും ഇതിനെ പറയാം. ഈ ടിബിഡാഡോ ഹില്ലെന്ന് പറഞ്ഞാൽ തന്നെ ബാഴ്സലോണയെ നോക്കി നിൽക്കുന്ന ഒരു ഹില്ലെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിങ്സ് ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇതാ ഇപ്പം നമ്മൾ കാണുന്നത് ആ ഒരു റോളർ കോസ്റ്ററിൻ്റെ ഏരിയ ആണ് കേട്ടോ, ആ റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത്, ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ അടിപൊളി അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് താഴത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ലിഫ്റ്റ് എടുത്ത് താഴേക്ക് എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ചർച്ചിൻ്റെ തന്നെ ഒരു ടെറസ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ താഴെ കണ്ട ആ ഒരു ചർച്ചിൻ്റെ ഏരിയയും പിന്നെ ഇപ്പം നമ്മൾ മുകളിലേക്ക് പോയില്ലേ, ഈ ഒരു ഏരിയയുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു ടെറസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്ന് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം നിൽക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു ടെറസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ സ്റ്റെപ്സ് എടുത്ത് താഴേക്ക് പോയാൽ നമുക്ക് നേരെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകുമ്പോഴും നമ്മൾ ഒരുപാട് റൈഡ്സൊക്കെ കാണുമല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇതുപോലത്തെ ഒരു എറോപ്ലെയിൻ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് AI അവിയോ എറോപ്ലെയിൻ റൈഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു എറോപ്ലെയിൻ റൈഡ് കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഈ ഒരു എറോപ്ലെയിൻ റൈഡ് സ്റ്റാർട്ടായത് 1928 കേട്ടോ. അപ്പോൾ ഏകദേശം 100 വർഷമാകുമ്പോഴാണ് ഇവിടുത്തെ ഒരു എറോപ്ലെയിൻ റൈഡ് ആൾക്കാർ വരാനും ഇത് എൻജോയ് ചെയ്യാനും തുടങ്ങിയിട്ട്.
അപ്പോൾ ഏകദേശം 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഇതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിലൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു എയ്റോപ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് വ്യൂ ഒക്കെ ശരിക്കും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എയ്റോപ്ലെയിൻ റൈഡ് എൻജോയ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരു 6-7 റൈഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുമിച്ച് നമുക്കൊരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ €8, €10 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു €25-28 കൊടുത്തു കഴിഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി എയ്റോപ്ലെയിനിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു എയ്റോപ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ബാഴ്സലോണയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പറന്നത് 1927 അപ്പോൾ ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ അതേ ഒരു റെപ്ലിക്ക ആണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പാർക്കിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പനോരമിക് വ്യൂ എയ്റോപ്ലെയിൻ ആണ്. അപ്പോൾ ഒരു 360 ഡിഗ്രി നമുക്കിതുപോലെ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ മുകളിലൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കവർ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ അതൊരു ലോങ് വ്യൂ ആയിരുന്നു. അപ്പോൾ കുറേ കൂടി നമുക്ക് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഈ ഒരു ഏരിയയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എയ്റോപ്ലെയിൻ റൈഡും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സിമുലേറ്റർ എയ്റോപ്ലെയിൻ ആണെന്നുള്ളതാണ്. 1927 പറന്ന ആ ഒരു എയ്റോപ്ലെയിൻ്റെ അതേ റെപ്ലിക്ക തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിയൽ എയ്റോപ്ലെയിൻ തന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീൽ റൈഡാണ് ഇവിടുത്തെ മറ്റൊരു എക്സൈറ്റിംഗ് റൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗിരാഡാബോ എന്നാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1980 ഇവിടെ ഇങ്ങനെ ഒരു റൈഡ് ആദ്യമായിട്ടുണ്ടായത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഹില്ലിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് പോർഷനിലായിട്ടാണ് ഈ ഒരു വീല് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയ്റോപ്ലെയിൻ റൈഡിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു ഫീലായിരുന്നു. അത് കുറേ കൂടി ക്ലോസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പനോരമിക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും അതുപോലെ തന്നെ ഈ ഒരു ചർച്ചിൻ്റെയും ഈ ഒരു ഏരിയയുടെയൊക്കെ നല്ലൊരു വ്യൂ പോയിൻറ്റ്സും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ റൈഡ്സും നമുക്ക് ഇവിടുത്തെ പനോരമിക് വ്യൂസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റൈഡിൽ നമ്മൾ കയറുമ്പോഴും നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ നല്ല ഫ്രണ്ട് വ്യൂ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ബാഴ്സലോണയിൽ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ ബാഴ്സലോണയിലത്തെ മറ്റൊരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫണിക്കുലാർ ട്രെയിനിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് താഴെ എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.